ആണ്ടവരുടെ നാമം മയപ്പെടുമാറാട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കറുത്ത ദിവസം കൊണ്ട് നൽകിയിരിക്കെ ആണ്ടവർ നൽകിയിരിക്കുന്ന കൃപയ്ക്കായി നമുക്ക് ആണ്ടവരെ സ്തുതിച്ചിടാം. ആണ്ടവർക്ക് നമുക്ക് സ്തോത്രം പണിയിടാം. ഇന്ന് നമ്മൾ എപ്പിസോഡ് 225 താൻ നമ്മൾ വാസിക്കാൻ പോകുന്നത്. ഇത് ബൈബിൾ സ്റ്റഡി താൻ. ഇത് ഫിലിപ്പിയ ലേഖനം, ഫിലിപ്പിയയുടെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം മുതൽ നമ്മൾ വാസിച്ചിടാം. ഫിലിപ്പിയൻസ് 3:8 താൻ നമ്മൾ വാസിക്കുന്നത്. എന്ന ആണ്ടവർ നമുക്ക് ഇന്ന് വചനത്തിൽ നിന്നും നമ്മൾ പേശത് എന്ന് നമുക്ക് പാക്കലാം. നമ്മൾ 7-ാം വാക്യത്തിൽ നമ്മൾ നമ്മൾ വാസിച്ചത്, ഇങ്ങ സൊല്ലുത് എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തുമെന്ന് എണ്ണിയിരിക്കുന്നു. ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് എന്നെ കേൾക്കുന്നത്. അവൻ 7-ാം വാക്യത്തിൽ എനിക്ക് എന്തൊക്കെ ലാഭമായി ഞാൻ വിചാരിച്ചിരുന്നത് അതെല്ലാമേ എന്നായിക്ക് അത് ഒന്നുമേ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഒന്നുമേ ഇല്ല എന്ന് ഞാൻ വിചാരിച്ചിടുക. കാരണം എന്ന് പറഞ്ഞാൽ അതെനിക്ക് ലാഭം கிடைக்காது. അതുകൊണ്ടല്ല എൻ്റെ ലാഭം എന്നത് എന്ന് നമുക്ക് അടുത്ത വാക്യം മുതൽ നമുക്ക് വാസിച്ചിട്ട്. അത് ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയറായിട്ട് എന്നെ ചൊല്ലുന്നത് എനിക്ക് ലാഭം എന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചാച്ച് എന്നത് അവൻ്റെ ജാതി, അവൻ്റെ മതം, അവൻ ഏത് ഗോത്രത്തിൽ, അവൻ എന്നാ ചെയ്തിരിക്കുന്നത് എല്ലാമേ നമ്മൾ പഠിച്ചാച്ച്. അവൻ ചൊല്ലുന്നത്, ഞാൻ ഇസ്രായേൽ മതപ്രകാരം 8-ാം നാൾ ഞാൻ പരിച്ഛേദന ഏറ്റവൻ. നമ്മൾ എന്നാ വായിക്കുന്നത്, നമ്മൾ 5-ാം വാക്യം, ഏറ്റവർ ഇസ്രായേൽ ജാതിക്കാരൻ, ഞാൻ ഇസ്രായേൽ ജാതിക്കാരൻ താൻ, ഞാൻ ബെന്യാമിൻ ഗോത്രത്തിൽ പറഞ്ഞവൻ താൻ, എബ്രാഹിൽ നിന്ന് ജനിച്ച ഞാൻ ഹീബ്രുവിൽ നിന്ന് ജനിച്ച എബ്രാഹിൽ നിന്ന് ജനിച്ച എബ്രാഹിം താൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, അതായത് നിയമപ്രകാരം ഞാൻ പരീശൻ താൻ, ഞാൻ വചനത്തെ നല്ലപോലെ അരച്ച് കുടിച്ചാച്ച്, അല്ലെങ്കിൽ എനിക്ക് വചനത്തെ പൂർണ്ണമായിരിക്കും. എന്നാൽ അത് മാത്രമല്ല, ഇത് ശുഷ്കാന്തി അല്ലെങ്കിൽ അവൻ്റെ തീവ്രമായ ഇച്ഛ, അല്ലെങ്കിൽ ആണ്ടവരിനോടുള്ള എരിവിനെ പറ്റി അവൻ ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ പരീശൻ, ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ സഭയെ ഉപയോഗിച്ചവൻ, ഞാൻ ന്യായപ്രമാണത്തിന് നീതി സംബന്ധിച്ച് അനന്യൻ എന്നെല്ലാമേ നമ്മൾ ചൊല്ലിയിരിക്കും. എന്നാൽ 7-ാം വാക്യത്തിൽ വന്നിട്ട് അവൻ ചൊല്ലുക, ഇതെല്ലാം ശരി, ഇതെല്ലാം ശരിതാ, എല്ലാം ശരിയാണ്, ഇതെല്ലാം എനിക്ക് ലാഭം. കാരണം ഞാൻ മറ്റുള്ളവരെക്കാട്ടി ഒക്കെ നല്ലവൻ താൻ. എന്നാൽ എന്നാ ചൊല്ലുക, ഇതെല്ലാമേ എനിക്ക് ഒന്നുമേ கிடைக்காத, ഇതല്ല എൻ്റെ ലാഭം എന്ന് ചൊല്ലിയാൽ എന്നതെന്ന് നമുക്ക് ഇപ്പോൾ അത് അവൻ ചൊല്ലുന്നത്, ക്രിസ്തു മൂലം അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഞാൻ പാർത്തപ്പോൾ എനിക്കിതെല്ലാമേ ഒന്നുമേ ഇല്ല എന്ന് ചൊല്ലിയാഴ്ച. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചെയ്യണമെന്നുണ്ടെന്ന് അവൻ ചൊല്ലുന്നത്. ഇപ്പോൾ എനിക്ക് ആണ്ടവരായ യേശുക്രിസ്തുവിനെ പറ്റി ഉള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചപ്പോൾ, എല്ലാം മനസ്സിലാക്കിയപ്പോൾ, ഇപ്പോൾ എനിക്ക് ஞாபகம் തിരിഞ്ഞപ്പോൾ എന്നെ മനസ്സിലാക്കി, ഇത് എല്ലാമേ എനിക്ക് ഇതൊന്നും ചൊല്ലുന്ന എനിക്ക് കാര്യമേ അല്ല. കാരണം അതെല്ലാം ഛേദമെന്ന്, അല്ലെങ്കിൽ അതായത് അത് വർദ്ധി അല്ല, അല്ലെങ്കിൽ അതൊരിതില്ല. ഇംഗ്ലീഷിൽ ചൊല്ലുന്നത് ഐ ഡൗട്ട്ലെസ് ആൻഡ് ഐ കൗണ്ട് ഓൾ തിങ് ബട്ട് ലോസ്. അത് എല്ലാമേ നഷ്ടമായിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എല്ലാമേ നഷ്ടമായിരിക്കും. ഈ ചൊല്ലിയ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഞാൻ ഇസ്രായേലിനാണ് ഇതൊക്കെ ചൊല്ലിയ കാര്യങ്ങൾ എന്നാ ചൊല്ലുന്നത്, ഇതെല്ലാം നഷ്ടമായിരിക്കുന്നത് ഫോർ എക്സലൻസി ഓഫ് നോളജ് ഓഫ് ക്രൈസ്റ്റ്. എന്തുകൊണ്ട് ഞാൻ ആണ്ടവരുടെ, അതായത് ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ആ മഹിമയെ പറ്റി ഞാൻ പഠിച്ചപ്പോൾ, ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ആ ചിത്തം ഞാൻ മനസ്സിലാക്കിയപ്പോൾ, ആണ്ടവരായ യേശുക്രിസ്തു എന്നോട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ പഠിച്ചപ്പോൾ, ആണ്ടവരുടെ ആ സമ്പൂർണ്ണ ജ്ഞാനം എനിക്ക് കിടച്ചപ്പോൾ, ഇതെന്നെ പറ്റി ഇതെല്ലാം നഷ്ടമെന്ന് ഞാൻ ചൊല്ലുക. ആണ്ടവർ എന്നെ നേസിച്ചു, അതുതാണ് എനിക്ക് മുഖ്യമായ വിഷയം. 9-ാം വാക്യത്തിൽ ഞാൻ ചെയ്തതെന്നും, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, അതായത് ഞാൻ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ എനിക്ക് എനിക്ക് കിട്ടേണ്ടതിന് വേണ്ടി എന്നാ ചെയ്യും, ഞാൻ ക്രിസ്തുവിനെ നേടുന്നതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, എൻ്റെ നീതിയല്ല,
അല്ലെങ്കിൽ എൻ്റെ റൈച്ചസ്നെസ് അല്ല, അല്ലെങ്കിൽ എൻ്റെ ഞാൻ എനിക്ക് എൻ്റെ നീതി ഒന്നുമേ கிடைக்காது. എന്തുകൊണ്ട് கிடைக்காது എന്നത് എൻ്റെ സ്വന്തം നീതിയല്ല. കാരണം ആണ്ടവരുടെ നീതി താൻ എനിക്ക് മുഖ്യமான വിഷയം. അവൻ എന്നെ നേസിച്ച് അവൻ്റെ നീതി അല്ലെങ്കിൽ അവൻ്റെ ന്യായം അല്ലെങ്കിൽ അവൻ്റെ ആ സ്നേഹം എന്നിൽ ചൊരിഞ്ഞു. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം മൂലം അത് എപ്പടി വന്ന ആണ്ടവരായ യേശു ക്രിസ്തുവിനോടുള്ള വിശ്വാസം മൂലം. അന്നേരം അവന് இப்போ என்ன கிட்டியாச்சு? ஆண்டவராய் இயேசு கிறிஸ்துவின் மூலம் அவனை ஆண்டவரை பற்றியுள்ள சர்வஞானம் இனி கிட்டியாச்சு. அவன் ஆண்டவரோட விசுவாசம், அதுதான் அவന് മുഖ്യமான விஷயம். അല്ല അവൻ്റെ ഇസ്രായേൽ ഗോത്രത്തിൽ പിറന്നതല്ല, അല്ലെങ്കിൽ അവൻ്റെ 8-ാം ദിവസം അവൻ പരിച്ഛേദനയേറ്റതല്ല. അതിലും മുഖ്യமான വിഷയം എന്ന് പറഞ്ഞാൽ അതിലും മഹത്വപൂർണ്ണമായ കാര്യം മറ്റേതെല്ലാം ഒന്നുമേ ഇല്ല. അതെല്ലാം അത് നഷ്ടം താൻ. എന്നാൽ ഇപ്പോൾ ഞാൻ ആണ്ടവരോടുള്ള വിശ്വാസം മൂലം എന്നെ പറ്റിയിരിക്കുകയും എനിക്ക് അതുതാണ് എൻ്റെ നീതിയായി കണക്കിട്ടിരിക്കുന്നത്. അതുതാണ് എൻ്റെ നീതി എന്ന് சொல்லுക. ക്രിസ്തുയേശുവിനുള്ള ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അതായത് ആണ്ടവരിൽ വിശ്വസിക്കുന്ന ഏവർക്കും കിട്ടുന്നതല്ല, നീതി അല്ലെങ്കിൽ റൈച്ചസ്നെസ് എനിക്ക് കിടച്ചാച്ച്. അന്നേരം നമുക്ക് ഇപ്പം നോക്കി നമ്മൾ വിസാരിച്ചിട്ട് നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് ചൊല്ലുവാൻ ഓ ഞാൻ പഴയ വിശ്വാസി താൻ, അല്ലെങ്കിൽ എൻ്റെ അമ്മയപ്പന്മാർ 4-ാം തലമുറ മുതൽ എൻ്റെ അമ്മയപ്പന്മാർ എല്ലാമേ വിശ്വാസികൾ താൻ, അവരൊക്കെ വചനത്തിൽ പാണ്ഡിത്യരിക്കുക, അവർ അതൊക്കെ ചെയ്തിരിക്കുക, അവരിത് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഒരു നല്ല ചർച്ച ഇരിക്കുക, അല്ലെങ്കിൽ എനിക്ക് പുരോഹിതനിരിക്കുക, എനിക്ക് ഇതിരിക്കുക. നമുക്ക് പല കാര്യങ്ങൾ ചൊല്ലാൻ പറ്റും. കാരണം നമ്മളെപ്പറ്റി മഹാത്മ്യം പറയാൻ വേണ്ടി നല്ലതായിരിക്കും. അത് എന്നതാ, അതൊന്നും മഹിമ കിടക്കാതെ, അത് നിന്നെ മഹിഴ്ച നിനക്ക് തരാതെ, എന്നെ മഹിഴ്ച തരാത്ത. കാരണം ആണ്ടവരെ നീ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്നാ കിടക്കും? നമുക്ക് മഹിഴ്ച കിട്ടും. അന്നേരം നമ്മൾ എന്നാ പറ്റും? ആണ്ടവരെ മഹിഴുവാൻ നമുക്ക് പറ്റും. അതായത് നമുക്ക് ആണ്ടവരെ മഹിഴുവണമെന്നുണ്ടെങ്കിൽ ആണ്ടവരുടെ മേൽ നമുക്ക് വിശ്വാസം കിടക്കണം. ആണ്ടവരുടെ മേൽ വിശ്വാസം കിടക്കില്ലെങ്കിൽ നമുക്ക് എന്നാ കിട്ടിയില്ല? ആണ്ടവരുടെ ആ നീതി നമുക്ക് കിടക്കാതെ, അല്ലെങ്കിൽ ആണ്ടവരുടെ സ്നേഹം നമുക്ക് കിടക്കാതെ, അന്നേരം നമുക്ക് തിരിയും നമുക്ക് എന്നാ പ്രയോജനം. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന ചൊല്ലും, ഒരു ഇസ്രായേലിനും ഒരു വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്നത് ഞാൻ എന്നാ சொல்ல, ഇസ്രായേലിനെ ആണ്ടവർ മകനാക്കി, നമ്മളെയും മകനാക്കി, ഓക്കെ മക്കളാക്കി, ശരി ഓക്കെ. എന്നാൽ ആണ്ടവർ ഇസ്രായേലിനെ എപ്പടി മക്കളാക്കി? അവരെ മിസ്രയീം ദേശത്തിൽ നിന്നും കൊണ്ടുവന്നപ്പോൾ, അതിന് മുമ്പേ അവരെന്നായിരുന്നു? അടിമകളായിരുന്ന അവരെ മിസ്രയീമിൽ നിന്ന് അന്നേരം മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ആർക്ക് താൻ അവന് ദണ്ഡനം കൊടുത്തേ, അല്ലെങ്കിൽ ആർക്ക് താൻ പണിഷ്മെൻറ്റ് കൊടുത്തേ? ആണ്ടവർ അവർക്ക് കൊടുത്ത സംഹാരം കൊടുത്ത ആർക്ക് താൻ? മിസ്രയീമ്യർക്ക് കൊടുത്ത, അതായത് മിസ്രയീമ്യർക്ക് പണിഷ്മെൻറ്റ് കൊടുത്ത്, അല്ലെങ്കിൽ മിസ്രയീമ്യർക്ക് ദണ്ഡനം കൊടുത്ത്, അല്ലെങ്കിൽ അവരോട് അവർ ചെയ്ത എല്ലാത്തിനും ദണ്ഡനം കൊടുത്ത് അവരെ എന്നിട്ട് ഇസ്രായേൽ മക്കളെ അവരുടെ കയ്യിൽ നിന്നും വിടുവിച്ചാച്ച്. അതായത് പിശാചിന്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ചൊല്ലാം, പിശാചിൻ്റെ കയ്യിലായിരുന്നു നമ്മളെ. പിശാചിന് ദണ്ഡനം കൊടുത്താൽ, പിശാചിന് പണിഷ്മെൻറ്റ് കൊടുത്ത് ആ പിശാചിൻ്റെ കയ്യിൽ നിന്നും അവരെ വിടുവിച്ചാച്ച്. എന്നാൽ നമ്മൾ വിശ്വാസികൾക്കുള്ള കാര്യം എന്നാ ചൊല്ലിയാൽ, നമ്മൾ നല്ലപോലെ കേട്ടിട്ട് എന്നാ നമ്മൾ വിശ്വാസികൾക്ക് കാര്യം, ആണ്ടവർ സ്വന്തം പുത്രനെ നമുക്ക് നൽകിയാച്ച്. അങ്ങ് അവന് സ്വന്തം പുത്രനെയല്ല കൊടുത്തിരിക്കുക. ഇസ്രായേൽ മക്കൾക്ക് മിസ്രയീമ്യർക്ക് നല്ല ശിക്ഷ കൊടുത്ത് താൻ അവരെ കൊണ്ടുവന്നു. എന്നാൽ ആണ്ടവർ സ്വന്തം മകനെ നമുക്ക് നൽകി. നമുക്ക് കിട്ടേണ്ട ശിക്ഷ ആരുടെ ഏറ്റെടുത്തു? യേശു ക്രിസ്തു ഏറ്റെടുത്ത് അവരെ വിടുവിച്ചത്. മിസ്രയീമ്യർക്ക് ദണ്ഡനം കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുത്ത് അവരെ വീണ്ടെടുത്തപ്പോൾ ഇங்கே ആണ്ടവർ നമുക്ക് വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്ന അതെന്ന് ചൊല്ലിയാൽ
അവൻ എന്നാ ചെയ്ത് സ്വന്തം പുത്രനെ നമുക്ക് ആദരിക്കാതെ നമുക്ക് വേണ്ടി അവനെ നമുക്ക് വേണ്ടി നമ്മുടെ ദണ്ഡന അവന് കൊടുത്ത് നമ്മളെ വീണ്ടെടുത്താച്ച്. എത്ര പെരിയ കാര്യമെന്ന് നമുക്ക് നോക്കണം. രണ്ടാമത്തെ കാര്യം നമ്മൾ വാസിക്കുമ്പോൾ പല കാര്യങ്ങളിലേക്ക് ഞാൻ 2-3 കാര്യം മാത്രം ചൊല്ലി ഞാൻ പോയിടുക. രണ്ടാമത്തെ കാര്യം എന്നത് ഇസ്രായേൽ മക്കൾക്ക് എന്നാ കൊടുത്താച്ചേ? അവർക്ക് ഈ ലോകത്തിൽ ഇടം കൊടുത്താച്ച്. ഏത് ഈ ലോകത്തിൽ? എന്നാ ഇടം? കനാനിൽ അവർക്ക് ഇടം കൊടുത്താച്ച്. അവർക്ക് കനാനിൽ ആണ്ടവർ ഇടം കൊടുത്തച്ച്. നമുക്ക് എന്നാ കിട്ടിയാച്ച്? നമുക്ക് സ്വർഗത്തിൽ ഇടം തന്നാച്ച്. നമ്മളിപ്പോൾ എங்கே ഇരിക്കെ? സ്വർഗത്തിൽ താൻ വാസം പണു. അതായത് നമ്മുടെ ഇടം അല്ലെങ്കിൽ നമുക്ക് ആണ്ടവർ നമ്മളെ കൊണ്ടുപോകുന്ന എങ്കിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. ഇസ്രായേൽ മക്കളെ കൊണ്ടുപോയത് എങ്കേത്തെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. നല്ലപോലെ പാക്ക് നമുക്ക് അവർക്ക് ഭൗമികമായ അനുഗ്രഹം കൊടുത്തപ്പോൾ നമുക്ക് എന്നെ കിടച്ചാച്ച് സ്വർഗീയമായ അനുഗ്രഹം കൊടുത്തു. മൂന്നാമത്തെ കാര്യം നമ്മൾ വാസിക്കുന്നത് എന്നാ വാസിക്കുന്നത്? അവർക്ക് ആടുമാടുകളെ അല്ലെങ്കിൽ ധനസമ്പത്തുകളെ അല്ലെങ്കിൽ അവർക്ക് മക്കളെ എല്ലാം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചാച്ച്. അതായത് ഭൗമികമായ അനുഗ്രഹങ്ങൾ, അതായത് മക്കളെ, ആടുമാടുകളെ, അവർക്ക് സ്വത്ത്, സമ്പത്ത്, അവർക്ക് സ്വർണം അല്ലെങ്കിൽ എല്ലാ ഭൗമൂല്യമായ കാര്യങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിച്ചാച്ച്. ഓക്കെ, ശരി. നമുക്ക് എന്നാ കിടച്ചാച്ച്? സ്വർഗീയമായ അനുഗ്രഹങ്ങൾ. അതായത് ആണ്ടവർ ഇരിക്കുന്ന ഇടത്തെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയാച്ച്. ആര് താൻ മുഖ്യമായ വിഷയമെന്ന് ചൊല്ലുക? നിങ്ങൾക്ക് ഭൂമിയിൽ കിടക്കുന്ന അനുഗ്രഹം താൻ മുഖ്യമാനത്, അത് സ്വർഗത്തിൽ കിടക്കുന്ന അനുഗ്രഹം താൻ മുഖ്യത്. നമുക്ക് സ്വർഗീയമായ നമുക്ക് ശരിയാ, നമുക്ക് എങ്കിൽ ഭൂമിയിൽ നമുക്ക് ഇടമേ ഇല്ല. നമ്മൾ പരദേശികൾ താൻ, നമ്മൾ പരദേശവാസം പണ്ണുന്നവർ. നമ്മൾ പരദേശവാസത്തിൽ നമ്മൾ അപ്പടിയെ പോയിക്കൊണ്ട് എங்கே പോയിടുക? അവർ പരദേശവാസം പണിയാച്ച്, അവർ മരുഭൂമിയിൽ കൂടെ നടന്നാച്ച്. നമ്മൾ ഈ ഭൂമിയിൽ നടന്ന് നമ്മൾ എங்கே പോവുകയാണ്? സ്വർഗത്തിൽ പോവുകയാണ്. നമ്മൾ ഒന്ന് വിസാരിച്ച് പാക്ക്. ആണ്ടവർ നമ്മളോട് ചെയ്ത കാര്യം എത്ര പെരിയതെന്ന് നമ്മൾ പാക്ക്. അവൻ നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ തന്ന് അങ്ങേ നമ്മൾ വാസിക്കുന്ന അവിടെ മോശയെ കൊടുത്ത് അവരെ വിളിച്ചെങ്കിൽ ഇங்கே സ്വന്തം പുത്രനെ തന്ന് നമ്മളെ വിളിച്ചത്. മോശ അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ആണ്ടവർ തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിൽ അനുപ്പി അവരെന്നാ ചെയ്താച്ചേ? നമ്മളെ ഈ ലോകത്തിൽ നിന്നും പിശാചിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ വിളിച്ച് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിടുക. എത്ര പെരിയ കാര്യമെന്ന് നമ്മൾ വിചാരിച്ചു നോക്കി. നമ്മുടെ യാത്ര എங்கே പോകുന്നത്? സ്വർഗത്തിൽ. ഈ ലോകത്തിൽ നമ്മൾ പാക്കുമ്പോൾ നമുക്ക് സ്വർണ്ണമില്ല, അല്ലെങ്കിൽ ആഭരണമില്ല, നമുക്ക് സ്ഥലമില്ല, നമുക്ക് കഷ്ടതയിരിക്കുക, നമുക്ക് പട്ടിണിയിരിക്കുക, എല്ലാം ഇരിക്കും. പക്ഷേ നമ്മൾ എங்கே പോവുകയാണ്? സ്വർഗത്തിൽ പോവുകയാണ്. അതുതാൻ അതുകൊണ്ട് ഇപ്പം പൗലോസ് சொல்லுது, ഞാൻ എത്ര ഭാഗ്യവാനും சொல்லுது. എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാച്ച് ഞാൻ നിർത്തുക. നാളേക്ക് നമുക്ക് വിസാരിച്ചിടാം. ആണ്ടവർ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് സ്വർഗീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ ആണ്ടവർക്ക് സ്തുതിക്കുക. ആണ്ടവർ നാമം ഇപ്പോൾ പറയട്ടെ. ആമേൻ.